ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ അച്ഛന്റെ ഫേവറേറ്റ് കപ്പലക്കറിയാ. എന്ത് ചെയ്യാ, അച്ചോടില്ലല്ലോ, കുഴപ്പമില്ല. നമുക്ക് ഒരു വീഡിയോ എടുത്ത് അച്ഛക്ക് അയച്ചു കൊടുക്കാം. എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമുക്ക് റെസിപ്പി പറഞ്ഞു തന്നത് ജിയാമ്മയാണ്. അപ്പൊ നമുക്ക് ആദ്യം കപ്പലങ്ങ എടുക്കാം. അത് നന്നായി വിറ്റാക്കി എടുക്കണം. എന്നിട്ട് അതൊന്ന് കഴുകി വെക്കണം. കഴുകിയ ശേഷം കപ്പലങ്ങ എടുത്ത് കുഞ്ഞി പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. കുക്കറിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഇതിലേക്ക് പാലും സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ഇറച്ചിയില് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടണം. ഇതിൽ കുറച്ച് മസാല ഇടുക. ഓപ്ഷനിലാണ്. ചെറുതാണെങ്കിൽ ആവശ്യം മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് കുക്കറിൽ അടച്ച് ഇട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പലങ്ങ വേകുന്ന സമയത്തൊന്ന് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ നല്ലതായിട്ട് ബ്രൗൺ ആവുന്നവരെ ഇളക്കുക. തേങ്ങ ഏകദേശം ബ്രൗൺ കളറായി മണക്കണ്ട. നല്ല മണമുണ്ട്. തേങ്ങ നല്ല ബ്രൗൺ കളറാവുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് പൊടിയും കൂടെ. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. നല്ല മണം നിറഞ്ഞാലും നന്നായി വെച്ചിട്ടുണ്ട്. ചൂടാവാൻ വെക്കാം. അപ്പൊ നമ്മൾ ഇത് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട്. അപ്പൊ നമ്മൾ വേവിച്ചെടുത്ത കപ്പയിലേക്ക് ഉപ്പിടുക. അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം കഴിക്കുന്ന വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം കടുക് പൊട്ടിച്ചപ്പോൾ കറി റെഡി. ഉപ്പ് ആവശ്യത്തിനുണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് വെക്കണം. വേണമെങ്കിൽ ഇതിന് കുറച്ച് ഒഴിക്കാം. അമ്മ പറയും ഈ കറിയിൽ പുളി വേണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പുളി ഒഴിക്കാനില്ല. വേറെക്കറി നല്ലോണം തിളച്ച് വന്നു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. വാവ്, നല്ല ടേസ്റ്റ്. കുറച്ച് ഇതിന് കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇത് ചൂടാവാത്ത നമുക്കതൊരു വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളിവിടെ പൊട്ടിച്ചിട്ടുണ്ട്.